നമസ്തേ ബച്ചോ. ആ കൈസേ ഹേ? എല്ലാവരും സുഖമല്ലേ? സുഖമായിരിക്കുന്നോ എല്ലാവരും? അഭി ഘർ മേ കോൻ കോൻ ഹേ? വീട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ടോ? ആ, വീട്ടിലുള്ള മുതിർന്നവർ, നമ്മുടെ കുട്ടികൾ വീഡിയോ കാണുമ്പോൾ അടുത്തിരുന്ന് ഒന്ന് സഹായിക്കുമല്ലോ. സഹായിക്കണേ. കുട്ടികളെ, നമ്മൾ ഇതുവരെ 2 പാഠങ്ങൾ പഠിച്ചല്ലോ. ആപ്കോ യാദ് ഹേ? हाँ बताना. हाँ, बीर बहूटी और हताशा से एक व्यक्ति बैठ गया था, है ना? हाँ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. आज हम हिंदी पाठ्य पुस्तक की तीसरा पाठ पढ़े. वो एक कविता है. कविता का नाम है टूटा पहिया. क्या है? टूटा पहिया. और कवि का नाम है धर्मवीर भारती. हाँ, कवि का नाम क्या है? धर्मवीर भारती. बच्चों, कविता का नाम क्या है? हाँ बताना. कविता का नाम है टूटा पहिया. क्या है? टूटा पहिया. और कवि का नाम है, देखो, धर्मवीर भारती. हाँ, എല്ലാവരും ഓർത്ത് വച്ചേക്കണം കേട്ടോ. बच्चों, कविता की ओर जाने से पहले हम कुछ चित्र देखें. ചിത്രം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? നമുക്ക് ചിത്രം കണ്ടാലോ? നിങ്ങൾ ചിത്രം കണ്ടോ? बच्चों, 2 साल पहले हमारा इधर केरल में बाढ़ आई थी. വെള്ളപ്പൊക്കം വന്നില്ലേ? 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഭയങ്കരമായ വെള്ളപ്പൊക്കം വന്നത്. അതിൻ്റെ ചില ചിത്രങ്ങൾ നമുക്ക് നോക്കാം. बच्चों, ये चित्र आप ध्यान से देखिए. चित्र में क्या क्या है? हाँ बताना. एक चप्पल है. चप्पल को देखो, അത് പൊട്ടിയ ചപ്പലാണല്ലേ. ചപ്പൽ के ऊपर क्या है? നോക്കിയേ. ആ, ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നല്ലേ. ആ, ചുറ്റുപാട് നോക്കിയേ, വെള്ളമാണ്. ആ, ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദൃശ്യമാണ്. വെള്ളപ്പൊക്കത്തിൽ കോഴിക്കുഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ആ പൊട്ടിയ ചപ്പലിൻ്റെ മുകളിൽ സുരക്ഷിതമായി രക്ഷപ്പെടുകയാണ് അല്ലേ? കുട്ടികളെ, ഇവിടെ നിങ്ങൾ 2 ചിത്രങ്ങൾ കണ്ടല്ലോ. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആ, കോഴിക്കുഞ്ഞിന് നീന്താൻ അറിയില്ല അല്ലേ? ആ പാത്രത്തിൽ 2 പേർ രക്ഷപ്പെട്ടില്ലേ? അവർക്ക് നീന്തറിയില്ലായിരുന്നു. ആ, ये दोनों कैसे बच गया? हाँ, कैसे बच गए आप देख लिया ना? ആ, കോഴിക്കുഞ്ഞ് ആ പൊട്ടിയ ചെരുപ്പിൻ്റെ സഹായത്താലാണ് രക്ഷപ്പെട്ടത്. അതുപോലെ 2 പേരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ പാത്രത്തിനുള്ളിൽ സുരക്ഷിതമായി രക്ഷപ്പെട്ടു അല്ലേ? चित्र में देखो, चारों ओर की वातावरण कैसे लगा है. चप्पल के चारों तरफ पानी है और एक
ഘർ ദേഖോ, വീടിൻ്റെ 4 ഭാഗത്തും വെള്ളമാണല്ലേ. ജര ചപ്പൽ കോ ഏക് ബാർ ഓർ ദേഖിയേ, കൈസ ചപ്പൽ ഹേ, ശായദ് പുരാനി ഹേ ഓർ ടൂട്ടി ഹുയി ഹേ നാ. ബച്ചോ ജരാ യേ ബർത്തൻ ദേഖോ, യേ ബി പുരാനി ഹേ, ഇതും പഴകിയ ഒരു പാത്രമാണല്ലേ. കുട്ടികളെ, ഈ കോഴിക്കുഞ്ഞും പൊട്ടിയ ചെരുപ്പും ഉപേക്ഷിച്ച പാത്രങ്ങളും ഒക്കെ ചില പ്രതീകങ്ങളാണ്. ചിലപ്പോൾ നമ്മളും അതുപോലെ ആരും സഹായമില്ലാതെ ഒരവസ്ഥയിൽ പെട്ടിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സഹായമാകുന്നത് സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ, അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഈ ചെരുപ്പിനെ പോലെ പാത്രത്തെ പോലെയൊക്കെ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ട ഒരു വസ്തുവായിരിക്കാം നമുക്ക് സഹായമാകുന്നത് അല്ലേ. കുട്ടികളെ, നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറയാനില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ചിലപ്പോൾ നിങ്ങൾക്കും കാണും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ. നിങ്ങളത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കണേ. ബച്ചോ अब जरा कविता की ओर जाइए. कविता का नाम क्या है बताना? टूटा पहिया. क्या है? टूटा पहिया अल्ले. कवि का नाम याद है? कौन बोलेगा? देखो चित्र, देखो कौन है चित्र में? धर्मवीर भारती. धर्मवीर भारतीയാണ് कवि अल्ले. टूटा पहिया माने क्या है? आपको जानते हैं आप? क्या है? पहिया माने ചക്രം. നോക്കിയേ, ചക്രം. കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒക്കെ ചക്രമാണോ? വീല് ആണോ? അല്ല അല്ലേ. ധ്യാൻ സെ ദേഖ്ന. രഥ് കാ ചക്ര ഹേ, ഒരു രഥത്തിൻ്റെ ചക്രമാണല്ലേ. നോക്കിയേ, അതൊരു പൊട്ടിയ ചക്രമാണ്. ടൂട്ടാ പയ്യ ഹെന. देखो ये रथ देखकर आपको कोई पौराणिक कथा की याद आ रही है? ഓർത്ത് നോക്കിയേ, വല്ല പുരാണത്തിലെ കഥകളും നിങ്ങൾക്ക് ഓർമ്മ വരുന്നോ? ബദാന. ഒരു പുരാണത്തിലെ കഥയിൽ ഒരു യുദ്ധം നടന്ന ഒരു കഥയൊക്കെ ഓർമ്മയുണ്ടോ? ഏത് പുരാണ കഥയിലാണ് യുദ്ധം നടന്നത്? യുദ്ധ കാ നാം ആപ്കോ യാദ് ഹേ? മഹാഭാരത് യുദ്ധ है ना. महाभारत युद्ध. महाभारत युद्ध किन किन के बीच में हुआ था? ആരൊക്കെ തമ്മിലായിരുന്നു മഹാഭാരത യുദ്ധം? പറഞ്ഞേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കൗരവർ, പാണ്ഡവർ എന്നൊക്കെ കേട്ടില്ലേ? कौरव और पांडव के बीच में हुई थी महाभारत युद्ध. किन किन के बीच में हुई थी? कौरव और पांडव के बीच में, है ना. ये चित्र देखिए, कौन है? ഇതാരാണ്? ശ്രീകൃഷ്ണൻ അല്ലേ. ശ്രീകൃഷ്ണ. और ये चित्र देखो. ഇതാരാണ്? ये कौन है? ये है अर्जुन. ശ്രീകൃഷ്ണനെ, അർജുനനെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഏത് കഥയിലാണ് ഇവരൊക്കെ ഉള്ളത്? മഹാഭാരത കഥയിൽ അല്ലേ. महाभारत युद्ध में एक बालक टूटा पहिया की सहारा से युद्ध किया था. പൊട്ടിയ ചക്രം ഉപയോഗിച്ച് 16 വയസ്സുള്ള
ഒരു ബാലൻ യുദ്ധം ചെയ്തായിരുന്നു മഹാഭാരത കഥയിൽ. അതാർക്ക് ഓർമ്മയുണ്ട്? ഉസ് ബാലക് കാ നാം യാദ് ഹൈ ആപ്കോ? हाँ क्या है? अभिमन्यु. देखो അഭിമന്യു, वो है അഭിമന്യു. നിങ്ങൾ അഭിമന്യുവിൻ്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പെഹലെ സുനാപ്. പൊട്ടിയ ചക്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത ബാലനായിരുന്നു അഭിമന്യു. बच्चों, महाभारत कथा में ये अभिमन्यु कौन है? ആരാണ് അഭിമന്യു? आपको पता है? अर्जुन और श्री कृष्ण की बहन सुभद्रा का पुत्र है अभिमन्यु. അർജുനൻ്റെയും ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. നിങ്ങൾക്കറിയാമോ മഹാഭാരത് യുദ്ധ കിൻ കിൻ കെ ബീച്ച് മേ ഹുവാ താ? ആരൊക്കെ തമ്മിലായിരുന്നു മഹാഭാരത യുദ്ധം? പറഞ്ഞേ. കൗരവ് ഓർ പാണ്ഡവ് കെ ബീച്ച് മേ. കൗരവരുടെയും പാണ്ഡവരുടെയും അവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം, അല്ലേ? ये युद्ध न्याय और अन्याय के बीच की युद्ध था और सत्य और असत्य के बीच की युद्ध भी था. ന്യായവും അന്യായവും തമ്മിലുള്ള യുദ്ധമായിരുന്നെന്ന് നമുക്ക് പറയാം, അല്ലേ? സത്യവും അസത്യവും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു ഇത്. आप जानते हैं कौरव पक्ष में अनेक महारथी थे. അനേക യോദ്ധാക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയാമോ? ഭീഷ്മ, കർണ, ദ്രോണാചാര്യ, കൃപാചാര്യ और ദുര്യോധൻ സബ് थे. കൗരവപക്ഷത്ത് ഭീഷ്മർ ഉണ്ടായിരുന്നു, ദുര്യോധൻ ഉണ്ടായിരുന്നു, ദ്രോണാചാര്യ, കൃപാചാര്യ ഇവരെല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ അനേക വീരയോദ്ധാക്കൾ കൗരവപക്ഷത്ത് ഉണ്ടായിരുന്നു. കുട്ടികളെ, മഹാഭാരത യുദ്ധത്തിൽ തങ്ങളുടെ വശം അന്യായമാണെന്ന് കൗരവർക്കറിയായിരുന്നു. എങ്കിലും അവർ അന്യായത്തിന് പക്ഷം ചേർന്നു. कौरव पक्ष के महारथियों को जानते थे वो अन्याय के पक्ष में है, लेकिन वो अन्याय के पक्ष में खड़े हो गया है ना. അന്യായമാണെന്ന് അറിയാമായിരുന്നിട്ടും അവർ അന്യായത്തിന് കൂട്ടുനിന്നു. कौरव ने महाभारत युद्ध में चक्रव्यूह रचा था. बच्चों, आप जानते हैं ये चक्रव्यूह क्या है? നോക്കിയേ, ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. കുതിരകൾ, ആനകൾ, രഥങ്ങൾ, കാലാൾ എന്നിവയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നതാണ് ചക്രവ്യൂഹം. ഈ ചക്രവ്യൂഹ കിസ്നെ രചാത്ത? ബതാന. കൗരവനെ രചാത്ത. കൗരവരാണ് ഈ ചക്രവ്യൂഹം ഉണ്ടാക്കിയത്, അല്ലേ? അവരാണ് ഈ രീതിയിലുള്ള യുദ്ധതന്ത്രം ഉണ്ടാക്കിയത്. ചക്രവ്യൂഹത്തിന് ഉള്ളിൽ പ്രവേശിക്കുക, പുറത്തു വരിക, ഇതെല്ലാം യുദ്ധതന്ത്രങ്ങളായിരുന്നു. ഇവിടെ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവേശിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ ചക്രവ്യൂഹത്തിന് ഉള്ളിൽ നിന്ന് പുറത്തു വരിക അറിയില്ലായിരുന്നു. പുറത്തു വരാൻ അഭിമന്യുവിന് അറിയില്ലായിരുന്നു. ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച അഭിമന്യുവിനെ കൗരവസേനയിലെ മഹാവീരന്മാർ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അങ്ങനെ അഭിമന്യുവിൻ്റെ രഥവും എല്ലാം പൊട്ടിപ്പോയി. അവസാനം പൊട്ടിയ ചക്രം ഉപയോഗിച്ച് രഥിക്കെ ടൂട്ടാ ഹുവാ പയ്യാക്കി സഹാരാസെ, രഥത്തിൻ്റെ പൊട്ടിയ ചക്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു. അങ്ങനെയാണ്
ആ പൊട്ടിയ ചക്രമാണ് അഭിമന്യുവിന് അവസാനം സഹായകം ആയത്. ഈ ഭാഗത്തെ, ഈ സന്ദർഭത്തെയാണ് നമ്മുടെ കവി പ്രതീകാത്മകമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. जरा बताना ये चक्रव्यूह की रचना किसने की? हाँ, कौरव ने. और ये चक्रव्यूह के अंदर घुसकर युद्ध करने वाला बालक कौन थे? ഈ ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിച്ച് യുദ്ധം ചെയ്ത ബാലൻ്റെ പേരെന്തായിരുന്നു? പറഞ്ഞേ. ആ, അഭിമന്യു. उसकी सहारा के लिए कोई वीर योद्धा नहीं था. उसका सारा शस्त्र नष्ट हो गया और वो टूटे हुए पहिया से युद्ध कर लिया. അവൻ്റെ അസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, രഥം പൊട്ടിപ്പോയി. എന്നിട്ട് ആ പൊട്ടിയ ചക്രം കൊണ്ടാണ് അഭിമന്യു യുദ്ധം ചെയ്തത്. ബച്ചോ, ये है इस कविता का प्रसंग. प्रसंग माने സന്ദർഭം, കോണ്ടെക്സ്റ്റ്. ഈ അഭിമന്യു പൊട്ടിയ ചക്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. അതാണ് ഈ കവിതയുടെ കോണ്ടെക്സ്റ്റ്. കുട്ടികളെ, മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥ ഇവിടെ പ്രതീകാത്മകമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. हम एक बार कविता पढ़े, सब ध्यान से सुनना, पुस्तक में भी देख लेना, ठीक है? मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. बच्चों, क्या पढ़ा इधर? मैं रथ का टूटा हुआ पहिया हूँ, मुझे फेंको मत. पहिया माने क्या है? क्या है? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോക്കിയേ. പയ്യ മാനെ വീൽ, ചക്രം അല്ലേ? कवि ने पहिया को क्या क्या विशेषण दिया गया है? എന്തൊക്കെ വിശേഷണങ്ങളാണ് ഈ പയ്യ എന്നുള്ള പദത്തിന് കവി തന്നിരിക്കുന്നത്? ഇത് നോക്കിയേ, പൂവ് കണ്ടോ? ചുവന്ന സുന്ദരമായ പൂവ് അല്ലേ? ഇവിടെ പൂവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആർക്ക് പറയാം? ഒന്ന് പറഞ്ഞേ. ചുവന്ന പൂവ്, സുന്ദരമായ പൂവ് അല്ലേ? അതുപോലെ ഇവിടെ പയ്യ എന്നുള്ള വാക്കിന് എന്തൊക്കെ വിശേഷണങ്ങളാണ് കവി തന്നിരിക്കുന്നത്? പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ടൂട്ടാ പയ്യ ഹേന. രണ്ടാമത് വേറെ എന്ത് വിശേഷണമാണുള്ളത്? രഥ് കാ പയ്യ ഹേന. ടൂട്ടാ പയ്യ ഏക് വിശേഷൺ ഹേ और दूसरा രഥ് കാ പയ്യ ഹേന. പൊട്ടിയ ചക്രം, അതാണ് ചക്രത്തിൻ്റെ പൊട്ടിയ എന്നുള്ള വാക്കാണ് ഒരു വിശേഷണം. അടുത്തത് രഥത്തിൻ്റെ ചക്രം. അപ്പോൾ ചക്രത്തിന് രണ്ട് വിശേഷണങ്ങളാണ്, ടൂട്ടാ ഹുവാ പയ്യ ഓർ രഥ് കാ പയ്യ. ഇപ്പം മനസ്സിലായോ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന്? ചക്രം പറയുകയാണ്, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണെന്ന്. ഇതർ മേം കിസ്കോ ബതായ രഖായേ? രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെ തന്നെ ഞാനെന്ന് പറയുന്നത് പൊട്ടിയ ചക്രം തന്നെ പറയുകയാണ്. അതാണ് ഇവിടെ ഞാനെന്നുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആകെ പയ്യ ഹമേം ക്യാ ബിന്ദി കർത്താ ഹേ? ഹംകോ ക്യാ പ്രാർത്ഥന കർത്താ ഹേ? നമ്മളോട് എന്താണ് പറയുന്നത്? എന്താണ് അപേക്ഷിക്കുന്നത്? മുജേ ഫേങ്കോ മത്, എന്നെ എറിഞ്ഞു കളയരുത്. ഞാൻ പൊട്ടിയ ചക്രമാണ്, എങ്കിലും എന്നെ എറിഞ്ഞു കളയരുത്. മുജേ ഫേങ്കോ മത്, ഇതാണ് നമ്മളോട് പറയുന്നത്. अब आप बताइए पहिया क्या विनती करते हैं आपसे? हाँ बताना. मुझे फेंको मत,
എന്നെ എറിഞ്ഞു കളയരുതേ, അതാണ് പറയുന്നത്. സബ്കോ സമജ് മേ ആ ഗയാനാ? കാരൺ ക്യാ ഹേ? കാരണം എന്താണ് എന്നെ എറിഞ്ഞു കളയരുതെന്ന് പറയുന്നതിന് കാരണം എന്താണ്? അഭിമന്യുനെ ഇസി ടൂട്ടേ പയ്യേ സേ അന്തിം യുദ്ധ കിയാ താ. ഈ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായത്താലല്ലേ അഭിമന്യു യുദ്ധം ചെയ്തത്. അതിനാലാണ് ആ ചക്രം പറയുന്നത് എന്നെ എറിഞ്ഞു കളയരുതേ എന്ന്. കബ് കിയാ താ ടൂട്ടേ ചക്ര സേ അഭിമന്യു യുദ്ധ കബ് കിയാ താ? എപ്പോഴാ യുദ്ധം ചെയ്തത് പൊട്ടിയ ചക്രം കൊണ്ട് അഭിമന്യു? ആർക്ക് പറയാം? ജബ് വേ ദുരൂഹ ചക്രവ്യൂഹമേ പടാത. ദുരൂഹ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടപ്പോഴാണ് അഭിമന്യുവിന് ഈ പൊട്ടിയ ചക്രം സഹായമായത് അല്ലേ? ബച്ചോ, യേ ചക്രവ്യൂഹ കി രചന കിസ്നെ കരി ഥി? അറിയാമോ നിങ്ങൾക്ക്? കൗരവ പക്ഷത്തുള്ള ദ്രോണാചാര്യനാണ് ഈ ചക്രവ്യൂഹം ഇതുപോലെ വിന്യസിച്ചത്. കിസ്നെ കരി ഥി? द्रोणाचार्य किया था। तो अभिमन्यु ने क्या किया था? दुरूह चक्रव्यूह में पड़कर अक्षौहिणी सेनाओं को चुनौती दिया. ഈ ചക്രവ്യൂഹത്തിന് ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവരുടെ കൗരവരുടെ അക്ഷൗണി സേനയോട് വെല്ലുവിളിച്ചു. फिर अभिमन्यु ने अक्षौणी सेनाओं को चुनौती देने के बाद അക്കേലെ യുദ്ധ കിയ. ആ പൊട്ടിയ ചക്രം കൊണ്ടാണ് അന്തിമമായി അവൻ യുദ്ധം ചെയ്തത്. അന്തുമേ അഭിമന്യുനെ കിസ്കെ സഹാര ലിയ? അവസാനം അഭിമന്യുവിനെ സഹായിച്ചത് ആരായിരുന്നു? ഈ പൊട്ടിയ ചക്രം അല്ലേ? ടൂട്ടാ പയ്യ. അതെ, ഈ പൊട്ടിയ ചക്രമാണ് അഭിമന്യുവിനെ അവസാനം സഹായിച്ചത്. അതുപോലെ അഭിമന്യുവിനെ പോലെ ന്യായത്തിനും സത്യത്തിനും വേണ്ടി നിൽക്കുന്ന ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനും ആര് തയ്യാറാണ്? ഈ പൊട്ടിയ ചക്രം തയ്യാറാണ്. ഇസ് തരഹ ആകെ ഭി കോയി ന്യായ और सत्य के पक्ष में खड़े होने के लिए तैयार है, अभिमन्यु जैसे तैयार है, तो वो संकट में पड़ गया तो उसको भी सहारा करने के लिए कौन तैयार है? बताना, आर तैयाराണ്? ये टूटा पहिया तैयार है. यहाँ अक्षौहिणी सेनाओं को चुनौती देने वाला एक बालक का नाम बताया ना, वो कौन है? बताना. वो है അഭിമന്യു. അഭിമന്യു അല്ലേ അക്ഷൗണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നത്? ഇതർ അഭിമന്യു को क्या विशेषण शब्द बताया रखा है कविता में? പറഞ്ഞേ, ഏത് വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത്? പറയാമോ? दुस्साहसी है ना. दुस्साहसी अभिमन्यु में विशेषण शब्द कौन सा है? बताना. दुस्साहसी. दुस्साहसी माने क्या है? क्या बताना. സാഹസം ചെയ്യുന്ന ആൾ അല്ലേ? അതുപോലെയുള്ള സാഹസം ഇതുവരെ ആരും ചെയ്യാൻ തയ്യാറായിട്ടില്ലായിരുന്നു. अभिमन्यु का विशेषण इधर क्या है? दुस्साहसी. दुस्साहसी अभिमन्यु. അതിൽ ദുസ്സാഹസി എന്നുള്ളതാണ് വിശേഷണമായി ഉപയോഗിച്ചിരിക്കുന്നത്. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. അക്ഷൗഹിണി സേന. എന്താണ് ഈ അക്ഷൗണി സേന? സമ്പൂർണ്ണ ചതുരംഗി സേന. ഇതിൽ എന്തൊക്കെയുണ്ട്? 1,09,350. 1,09,350 പൈതൽ. പൈതൽ മാനെ ക്യാ ഹേ? കാലാൾപ്പട.
പിന്നെ 65,610 ഘോഡെ കുതിരപ്പട, 21,870 രഥങ്ങൾ, 21,870 ഹാത്തി രഹത്തെ ഹെ. ഇതെല്ലാം ചേർന്നതാണ് സമ്പൂർണ്ണ ചതുരംഗ സേന. बच्चों, अभिमन्यु ने ऐसे दुस्साहसी क्यों किया था? बताना. न्याय के समर्थन करने के लिए, है ना? ന്യായത്തെ സഹായിക്കാൻ, ന്യായത്തിന് വേണ്ടിയാണ് അഭിമന്യു ഇതുപോലെയുള്ള ദുസ്സാഹസം കാണിച്ചത് അല്ലേ? ദുസ്സാഹസ് ദിഖാത്തെ വക്ത് അഭിമന്യു കാ ഏകമാത്ര സഹാര കോൻ ഥാ? ആരായിരുന്നു സഹായം? ഏകമാത്ര സഹായക് കോൻ ഥാ? ടൂട്ടാ പയ്യ ഥാ. ആകെ സഹായം ഈ ടൂട്ടാപ്പയ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പൊട്ടിയ ചക്രമായിരുന്നു അഭിമന്യുവിന് സഹായമായത്. ബച്ചോ, ദേഖാ താന ये कविता प्रतीकात्मक है ना? പ്രതീകാത്മക है ना? പ്രതീകാത്മക കവിതയാണിത് അല്ലേ? ഇവിടെ അഭിമന്യു, ചക്രവ്യൂഹം, പൊട്ടിയ ചക്രം ഇതെല്ലാം പ്രതീകങ്ങളാണ്. അഭിമന്യു, ചക്രവ്യൂഹ്, ടൂട്ടാപ്പയ്യ ये सब പ്രതീക് है, സിംബൽസ് ആണല്ലേ? ഇതൊക്കെ ഓരോ പ്രതീകങ്ങളാണ്. കുട്ടികളെ, സമൂഹത്തിൽ ഇനിയും ന്യായവും അന്യായവും തമ്മിലുള്ള തർക്കങ്ങൾ നടക്കും അല്ലേ? ഇനിയും അഭിമന്യു ജനിക്കും, അഭിമന്യുമാർ ഇതുപോലെ ജനിക്കും, പൊട്ടിയ ചക്രങ്ങളും വരും. അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അഭിമന്യുവിനെ പോലെ ന്യായത്തിന് വേണ്ടി നിലനിൽക്കാൻ ഇനിയും ആളുകൾ വരണം. അതുപോലെ അവരെ സഹായിക്കാൻ, അന്യായത്തിനെതിർ നിൽക്കുവാൻ ഇതുപോലെ പൊട്ടിയ ചക്രങ്ങളും സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ലേ? അതുപോലെ ചക്രവ്യൂഹം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എതിരായിട്ട് വരുന്ന അന്യായങ്ങളും അസത്യങ്ങളും ഒക്കെയാണ് ഈ ചക്രവ്യൂഹം. ഇതുപോലെ കൗരവരെ പോലെ ചക്രവ്യൂഹം രചിച്ച് നമുക്ക് സമൂഹത്തിന് എതിരായിട്ട് അന്യായം ചെയ്യുന്ന ഭരണകർത്താക്കളും ഇനിയും ഉണ്ടായേക്കാം. അപ്പോൾ നാം ഈ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായം തേടും അല്ലേ? എന്നാൽ ഈ കവിതയിൽ എന്തൊക്കെ പ്രതീകാത്മകങ്ങളാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ബച്ചോ, अभी मैं आपसे एक प्रश्न पूछूं. आज की सामाजिक परिवेश में अभिमन्यु और टूटा पहिया किन किन के प्रतीक हो सकते हैं? आपको बता सकते हैं? പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ സമൂഹത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അഭിമന്യുവും ഈ പൊട്ടിയ ചക്രവും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളായിരിക്കും? यदि अभिमन्यु शोषित समाज के प्रतीक है तो टूटा पहिया किसके प्रतीक होगा? അഭിമന്യു ഒരു ചൂഷണം ചെയ്യപ്പെട്ട വർഗത്തിന് പ്രതീകമാണെങ്കിൽ പൊട്ടിയ ചക്രം എന്തിന് പ്രതീകമായിരിക്കും? ചൂഷണം ചെയ്യപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി വന്ന സമൂഹത്തിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരാളോ അതിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യദി അഭിമന്യു കോയി സാമാജിക് സുധാരക കാ പ്രതീക് ഹേ തോ ടൂട്ടാ പയ്യ ഉസ്കോ സഹാര കർനെ വാല ഏക് നിർബൽ വ്യക്തി കാ പ്രതീക് ഹേ. കുട്ടികളെ, ഈ പാഠം പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രയോജനമുണ്ടായത്? ഒന്ന് പറഞ്ഞേ. നിങ്ങളും അന്യായത്തിനും അസത്യത്തിനും എതിരായി പോരാടുന്ന ഒരു വർഗമായി മാറണം അല്ലേ? അങ്ങനെ നിങ്ങൾ ആവാൻ ശ്രമിക്കുമല്ലോ. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ് ചെയ്യാനുണ്ട്. എല്ലാവരും ചെയ്തു വെക്കണേ, ടീച്ചറിനെ അയച്ചു തരണേ. കാര്യപത്രിക 1 ഒന്നാമത്തെ വർക്ക്ഷീറ്റ് ചിത്ര പഹചാനെ. ചിത്രം
മനസ്സിലാക്കി അതിൻ്റെ പേരെഴുതാൻ വേണ്ടിയാണ്. കാര്യപത്രിക 2 കോഷ്ടക് സേ സഹി ഉത്തർ ചുൻകർ ലിഖോ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. കാര്യപത്രിക 3 ഉത്തർ ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കാര്യപത്രിക 4 ആജ് കെ ക്ലാസ് കെ ആധാർ പർ വർഗ് പഹേലി കി പൂർത്തി കരെ. നിങ്ങൾ പദപ്രശ്നമൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടോ? ഇത് ഒരു പദപ്രശ്നം കംപ്ലീറ്റ് ചെയ്യാനാണ്. കാര്യപത്രിക 5 അഞ്ചാമത്തെ വർക്ക്ഷീറ്റ്. നീച്ചെ ലിഖേ ശബ്ദാത്ത് പഠിയേ ഓർ താലിക കി പൂർത്തി കരെ. താഴെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 2 കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ അഭിമന്യു ടൂട്ടാപ്പയ്യ ഈ രണ്ടിനും യോജിച്ചത് നോക്കി എഴുതണം. കാര്യപത്രിക 6 ആറാമത്തെ വർക്ക്ഷീറ്റ്. വിശേഷൺ ശബ്ദ അലഗ് കർക്കെ ലിഖേ. ദുസ്സാഹസി അഭിമന്യു, നിഹത്തി ആവാജ്, ബഡേ ബഡേ മഹാരഥി, ടൂട്ടാ പയ്യ. ഇതിലെല്ലാം വിശേഷണ ശബ്ദങ്ങൾ കണ്ടെത്തി എഴുതണം. ധന്യവാദ് ബച്ചോ.